പടച്ചവനെ, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തി തരണമേ. ഞങ്ങൾക്കിതാ, ഞങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പം ഇടയ്ക്ക് ഇബ്ലീസ് വന്ന് ഇതല്ല സ്വർഗത്തിലേക്ക്, അതിലെ പോയിക്കോ. വഴിയാത്രക്കാരന്റെ വഴി തെറ്റിപ്പിക്കുന്ന പ്രവൃത്തി നടത്തുന്നവനെ പോലെ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴി തിരിച്ചുവിടുന്ന ജോലിയാണ് ഇബ്ലീസും കൂട്ടരും കാര്യമായി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. വളരെ ഗൂഢമായ മാർഗത്തിലൂടെയാണ്. ഇടത്തോട്ട് തിരിഞ്ഞും വലത്തോട്ട് തിരിഞ്ഞും മുന്നിലേക്ക് നോക്കിയാലും പിന്നിലേക്ക് നോക്കിയാലും നമ്മളെ കച്ചവടത്തിന്റെ രൂപത്തിലും നമ്മുടെ ഭക്ഷണത്തിന്റെ രൂപത്തിലും കല്യാണത്തിന്റെ രൂപത്തിലും പൊതുയോഗത്തിന്റെ രൂപത്തിലും സമ്മേളനത്തിന്റെ രൂപത്തിലും പള്ളിയുടെ രൂപത്തിലും പന്തലിന്റെ രൂപത്തിലുമൊക്കെ പിശാച് നമ്മുടെ മുമ്പിലേക്ക് ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാനുള്ള പ്രവർത്തനവുമായി രംഗത്ത് വരും. അങ്ങനെ വരുന്ന പിശാചിന്റെ പ്രധാന ജോലി തന്നെ എന്താണെന്നല്ലേ പിശാച് പറഞ്ഞു, ഖാല റബ്ബി ബിമാ അഅവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ. പടച്ചവനെ, നീ എന്നെ പഴപ്പിച്ച കാരണം കൊണ്ട് സത്യമായും ഞാൻ ഇവരെ പഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്ത് സത്യം ചെയ്ത് ശപഥം ചെയ്തു വന്ന പിശാച് അന്നു മുതൽക്ക് നമുക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാനും സന്മാർഗത്തിന്റെ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ അള്ളാഹു നമുക്ക് നേരത്തെ തന്നെ വിവരം തന്നു, സന്മാർഗത്ത് നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങൾ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നേരായ വഴിയിലേക്ക് നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചു നിർത്തിയാലും പോരാ, നേരായ വഴി ഏതാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. നമുക്കറിയാതെ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് ആക്കണേ എന്നല്ല, നേരായ വഴി ഏതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതോടൊപ്പം അതിൽ ഉറപ്പിച്ചു നിർത്താനാണ് നിങ്ങൾ അല്ലാഹുവോട് പറയേണ്ടത്. അതാണ് അടുത്ത സൂക്തത്തിലായി അല്ലാഹു പറയുന്നത്. അതെ, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തി തരണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു നമ്മളോട് പറയുന്നു, ഏതാണ് നേരായ വഴി? നിനക്ക് ബോധ്യം വേണം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹം ചെയ്ത മഹാന്മാരുടെ മാർഗമാണത്. അല്ലാഹ് അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ്. അഥവാ നമ്മളെ പൂർവസൂരികളായ സ്വാലിഹീങ്ങളുടെ സച്ചരിതരുടെ വഴിയാണ്. ആ വഴിയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. ഇങ്ങനെ ഒരു പാരമ്പര്യ മാർഗം നമ്മുടെ മുമ്പിൽ അല്ലാഹു തെളിയിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗം ഏതാണ്? മറ്റു ചില ആയത്തുകളിലൂടെ പിന്നെയും അല്ലാഹു വ്യക്തമാക്കുന്നു. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും പിന്തുടരുന്നുണ്ടെങ്കിൽ, അള്ളാനെയും റസൂലിനെയും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ എവിടെ കാണണം? ആരുടെ കൂടെ അവരുണ്ടാവണം? നേർക്ക് നേരെ ഞാൻ ഖുർആൻ സ്വീകരിക്കുന്നു, നേർക്ക് നേരെ ഞാൻ ഹദീസ് സ്വീകരിക്കുന്നു എന്ന് പറയലല്ല. അവരുണ്ടാകേണ്ടത് ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹ്, അല്ലാഹ് അനുഗ്രഹിച്ചവരെ കൂടെ ആയിരിക്കണം അവരുണ്ടാകേണ്ടത്. അതാരൊക്കെയാണ്? മിനൻ നബിയീന, പ്രവാചകന്മാരാണ്. വസ്സുദ്ദീഖീന, സുദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലുള്ള സുദ്ദീഖീങ്ങളാണ്. വസ്സുഹദായി, ശഹീദാക്കന്മാരാണ്. വസ്സാലിഹീൻ, സച്ചരിതരായ നല്ല മനുഷ്യരാണ്. ഇവരുടെ പാരമ്പര്യ മാർഗത്തിലാകുമ്പോഴാണ് നമ്മൾ ഖുർആന്റെ വഴിയിലാകുന്നത്, ഹദീസിന്റെ വഴിയിലാകുന്നത്. ആ വഴിയിൽ നിന്ന് ആളുകളെ തെറ്റിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. പരമാവധി പിശാചിന്റെ പ്രധാനപ്പെട്ട ആദർശം എന്താണ്? പിശാച് എന്ത് കാരണം കൊണ്ടാണോ പിഴച്ചത്, അതേ കാരണം കൊണ്ട് നമ്മളെ പിഴപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ അജണ്ട. എന്താ ഈ ശൈത്താൻ ചെയ്ത തെറ്റ്, ഇബ്ലീസ് ചെയ്ത തെറ്റ്? ഫറോവ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. എന്നാൽ ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു കുട്ടിപ്പടച്ചവനാണെന്നെങ്കിലും? ഇല്ല. ഞാൻ ദൈവമാണെന്ന് ഇബ്ലീസ് വാദിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അബൂജഹലും സംഘവും പറഞ്ഞു അല്ലാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട്. ഇബ്ലീസ് ആ വാദവും ഉന്നയിച്ചിട്ടില്ല.
നിരീശ്വരവാദികൾ പറഞ്ഞു ദൈവം തന്നെയില്ല. ആ വാദവും ഇബ്ലീസിനില്ല. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇബ്ലീസിന് തർക്കമില്ല. പിന്നെ എന്താണ് അള്ളാഹ് ഇബ്ലീസിനെ പറ്റി ആരോപിച്ചത്? വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസിന് ഈമാനില്ല. ഇബ്ലീസ് അവിശ്വാസികളിൽപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇബ്ലീസിന് തർക്കമില്ലാഞ്ഞിട്ട് എങ്ങനെ അവിശ്വാസികളിൽ പെട്ടു? വിശ്വാസികൾ ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. ഇബ്ലീസിന്റെ വിശ്വാസം എന്താ നമ്മൾ ചിന്തിക്കണം. അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല. അള്ളാഹിന്റെ കാര്യത്തിൽ ഇബ്ലീസിന് തർക്കമില്ല. കാരണം അള്ളാഹുവുമായി മുനാജാത്ത് അല്ലെങ്കിൽ സംഭാഷണം നടത്തുകയും ഈ വിധത്തിൽ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്ത ഒരാൾക്ക് പിന്നെ അള്ളാഹ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, സ്വർഗവും നരകവും നേരിട്ട് കണ്ട വ്യക്തിയല്ലേ ഇബ്ലീസ്. അതിൽ തർക്കമുണ്ടോ? ഇബ്ലീസിന് സംശയമുണ്ടോ? സർവ പ്രവാചകന്മാരെയും കണ്ട ഇബ്ലീസിന് അതിൽ സംശയമില്ല. ഇനി നോക്കൂ നിങ്ങൾ, നന്മയും തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണെന്നതിനെ ഇബ്ലീസ് നിഷേധിച്ചതിന് തെളിവില്ല. മലക്കുകളുടെ ഗുരുനാഥനായ ഇബ്ലീസിന് മലക്കുകൾ ഉണ്ടെന്ന കാര്യത്തിൽ ചെറിയ സംശയത്തിന് പോലും സാധ്യതയില്ല. ഇങ്ങനെ ഈമാൻ കാര്യങ്ങളായി എണ്ണിപ്പഠിപ്പിച്ച ഒന്നുപോലും നിഷേധിക്കാത്ത ഇബ്ലീസിനെ പറ്റിയാണ് വകാന മിനൽ കാഫിരീൻ, അവൻ ഈമാനില്ലാത്തവനാണെന്ന് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ നാം ചിന്തിക്കുക, ഇബ്ലീസിന്റെ ഈമാൻ എവിടെയാണ് ചോർന്നുപോയത്? ഇബ്ലീസ് ചെയ്ത തെറ്റെന്താണ്? മറ്റൊന്നുമല്ല, അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു, വമിനൽ ഈമാനി തഅദീമു മാ അല്ലമല്ലാഹ്. ഈമാനിന്റെ അകക്കാമ്പ്, അതിന്റെ കാതലേതാണ്? അള്ളാഹു ആദരിച്ചവരെ ആദരിക്കലാണ്. അത് മനുഷ്യരാണെങ്കിൽ അവരെ ആദരിക്കണം, അത് സ്ഥാപനങ്ങളാണെങ്കിൽ അതിനെ ബഹുമാനിക്കണം, മാസങ്ങളാണെങ്കിൽ ബഹുമാനിക്കണം, ദിവസങ്ങളാണെങ്കിൽ ബഹുമാനിക്കണം, സമയങ്ങളാണെങ്കിൽ ബഹുമാനിക്കണം, കല്ലുകളാണെങ്കിൽ ബഹുമാനിക്കണം, മലകളാണെങ്കിൽ ബഹുമാനിക്കണം, താഴ്വരകളാണെങ്കിൽ ബഹുമാനിക്കണം. അള്ളാഹു ആദരിച്ച എന്തൊക്കെയുണ്ടോ അവയെ ആദരിക്കുക എന്നത് ഈമാനിന്റെ കാതലായ വശമാണ്. ഇബ്ലീസിന് ഇല്ലാതെ പോയത് ഈ കാതലായ വശമാണ്. അള്ളാന്റെ കാര്യത്തിൽ തർക്കമില്ല, മലക്കുകളുടെ കാര്യത്തിൽ സംശയമില്ല, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യത്തിൽ ശങ്കയില്ല. പിന്നെ ഇബ്ലീസ് ചെയ്ത തെറ്റെന്താണ്? അള്ളാഹു ആദരിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ അതിന് വിസമ്മതം പ്രകടിപ്പിച്ചതാ. ഇത് ഈമാൻ ചോർന്നു പോകുന്ന കാര്യമാണ്. ആ കാര്യത്തിലേക്കാണ് ഇബ്ലീസ് ജനങ്ങളെയും വിളിക്കുന്നത്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നിങ്ങൾ ആലോചിച്ചു, ഇബ്ലീസ് ഇവിടെ പ്രവർത്തനം നടത്തിയിട്ട് അവന് പാർട്ടിയുണ്ട്, അവന്റെ പിന്നാലെ ചേർന്ന അനുയായികൾ ധാരാളമുണ്ട്. അവരെ തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ, ഇബ്ലീസിന്റെ കൈമുതൽ എന്താണെന്ന് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കി. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലാണ്. അതേ സമയത്ത് ഇസ്ലാമും ഈമാനും എന്ന് പറഞ്ഞാലോ അതിന്റെ മുഴുവൻ പ്രവൃത്തിയിലും ഉള്ളടക്കപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? അള്ളാഹു ആദരിച്ചവരെ ആദരിക്കലാണ്. ഇപ്പൊ നമ്മൾ ഹജ്ജ് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തായിരുന്നു ഹജ്ജിന്റെ മുഴുവൻ പ്രവൃത്തിയിലും അള്ളാഹു ഉൾപ്പെടുത്തിയത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ശാരീരിക സാമ്പത്തിക യാത്രാശേഷിയുള്ളവർ കഅബത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞു. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. എന്നിട്ട് അവിടെ കൊണ്ടുപോയ അവന്റെ അടിമകളോട് അള്ളാഹു ചെയ്യിപ്പിക്കുന്ന ഓരോ പണി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആദ്യം തന്നെ നമ്മൾ ചെന്നാൽ വിശുദ്ധ കഅബ ആലയത്തെ ഒരു ബിൽഡിംഗ് ആണത്, അതിനെ വലയം വെക്കുകയാണ്. അത് ദൈവമല്ല, അള്ളാഹുവല്ല, അള്ളാഹു അവിടെ അവതരിച്ചിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പുമില്ല. പിന്നെ എന്തിനാ നമ്മൾ ആ ബിൽഡിങ്ങിനെ വലയം വെക്കുന്നത്? ആ പ്രവൃത്തിയാവട്ടെ അള്ളാഹുവിനുള്ള ഇബാദത്തുമാണ്. ആ ബിൽഡിങ്ങിന്റെ സൗന്ദര്യം കൊണ്ടാണോ? അല്ല. പരിശുദ്ധ കഅബാലയത്തേക്കാൾ എത്രയോ സൗന്ദര്യമുള്ള ലോകത്ത് ധാരാളം ബിൽഡിങ്ങുകൾ വേറെയുണ്ട്, പള്ളികൾ തന്നെയുണ്ട്. പക്ഷേ ആ ബിൽഡിങ്ങിന്റെ പോരിശ അത് മഹാത്മാക്കളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ.
ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്. മനുഷ്യരിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യമായി അതിന്റെ നിർമ്മാണം നടത്തുന്നത്. പിൽക്കാലത്ത് സർവ്വ പ്രവാചകന്മാരും അവിടെ വന്നു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും അതിന്റെ പുനരുദ്ധാരണം നടത്തി. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ 35-ാമത്തെ വയസ്സിൽ കഅബ നിർമ്മിക്കാൻ തന്റെ ചുമലിൽ കല്ല് ചുമന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാര് പടുത്തുയർത്തിയ പള്ളിയായതുകൊണ്ടുള്ള പ്രത്യേകതയാണ്. അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ആ പള്ളിയെ വലയം വെക്കുകയാണ്. ഇബ്രാഹിം നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ ബിൽഡിങ്ങിനെ വലയം വെക്കുകയാണ്. അത് അള്ളാഹുള്ള ഹജ്ജാണ്. അള്ളാഹു ഹജ്ജിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ പ്രവൃത്തി അള്ളാഹു ആദരിച്ചവരെ അനുസ്മരിക്കലാണ്, ബഹുമാനിക്കലാണ്. ഓരോ റൗണ്ടും നമ്മൾ ചുറ്റുമ്പോൾ സാധ്യമാകുന്നവർ കഅബാലയത്തിന്റെ മൂലയിൽ വെച്ച് ഒരു കറുത്ത കല്ലുണ്ട്, പറ്റുമെങ്കിൽ നെറ്റിവെച്ച് ചുംബിക്കുക. കഴിയാത്തവർ കൈ കൊണ്ട് തൊട്ട് ആ കൈതലം ചുംബിക്കുക. അതിനു സാധിക്കാത്തവർ കയ്യിലുള്ള വല്ല മുണ്ടോ മറ്റോ അതിൽ തട്ടിച്ച് മുത്താനൊക്കുമോ അത് ചെയ്യുക. അതിനും കഴിയാത്തവർ ഉന്താനും തള്ളാനും ഒന്നും നിൽക്കാതെ ദൂരെ നിന്ന് ആ കല്ലിലേക്ക് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആ കൈ ചുംബിച്ചു സായുജ്യമടയുക. ഇത്രയധികം ഒരു കരിങ്കല്ലിനെ ആദരിക്കുന്ന പ്രവൃത്തി അവിടെ നമുക്ക് കാണാനാകുമെങ്കിൽ ഇത് കല്ലിനെ പൂജിക്കലല്ല, കല്ലിനെ ആരാധിക്കലല്ല, മറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കല്ല് ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. അതിനെ ചുംബിക്കുന്നവർക്ക് അത് പാരത്രിക ലോകത്ത് സാക്ഷി പറയും, അതിന് ബറക്കത്തുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കല്ല് നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ അംശമല്ല, പക്ഷേ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ പരിശുദ്ധ മുഖം വെച്ച് ചുംബിച്ച കല്ലാണ് നീ, അതുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നു. മഹാന്മാര് തൊട്ട കല്ലായതുകൊണ്ടുള്ള ബഹുമാനമാണ്. ഇനി നോക്കൂ നിങ്ങൾ, തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? തവാഫിന്റെ 2 റക്അത്ത് നിസ്കാരം അതെവിടെ വെച്ച് നിർവഹിക്കലാണ് ഉത്തമം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ഫീഹി ആയാത്തും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം. കഅബാലയത്തിന്റെ മുറ്റത്ത് വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് ആ ദൃഷ്ടാന്തം? അള്ളാഹു തന്നെ വ്യക്തമാക്കുക, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ വേണ്ടി കയറി നിന്നിരുന്ന കല്ല്, അതാണ് മഖാമു ഇബ്രാഹിം. ആ കല്ലിൽ കയറി നിന്ന് പടുക്കാനുള്ള കല്ലും പിടിച്ചു നിന്നാൽ ഒരു ലിഫ്റ്റ് കണക്കെ ഓട്ടോമാറ്റിക്കായി കല്ല് പൊങ്ങും. പടവ് പൂർത്തിയായാൽ താഴെ വരും. ആ കല്ലിന്റെ മേലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞു കിടക്കുന്നു. ഇന്നും നമുക്ക് കഅബയുടെ കിഴക്ക് ഭാഗത്തായി ആ കല്ല് സ്ഥാപിക്കപ്പെട്ടത് കാണാം. വെടിവെച്ചാൽ കൊള്ളാത്തൊരു ചില്ലിൻ കൂട്ടിലായാണ് അതുള്ളത്. അല്ലാഹു ഈ കല്ലിനെ സംബന്ധിച്ചു പറയുന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന കല്ല് നിൽക്കുന്ന സമീപം നിങ്ങൾ പ്രത്യേകം നിസ്കാരത്തിന് തെരഞ്ഞെടുക്കുക. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന്റെ തൊട്ടു പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഇത് ഇബ്രാഹിം നബി ആരാധിക്കലാണെന്ന് തോന്നിപ്പോകുമോ? ഈമാനുള്ളവൻ അങ്ങനെയല്ല തോന്നുക. ഇബ്രാഹിം നബി നബിയാണ്. ആ നബിയെ ആരാധിക്കുകയല്ല, ആദരിക്കുകയും അനുസ്മരിക്കുകയുമാണ്. ഇത് തിരിച്ചറിയാത്ത ആളുകൾക്കാണ് തൗഹീദിൽ അപകടം സംഭവിച്ചിട്ടുള്ളത്. മഹത്തുക്കളെ ബഹുമാനിക്കലാണ് ഇസ്ലാം. ഇനി നോക്കൂ നിങ്ങൾ, ഹജ്ജിന്റെ മറ്റൊരു കർമ്മം സഫാ മർവക്കിടയിലുള്ള ഓട്ടമാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ളത്? ഒരു മലയിൽ നിന്ന് ഓടി മറ്റേ മലയിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നു, 7 തവണ തലങ്ങും വിലങ്ങും ഓടുന്നു. ഇതിന്റെ പിന്നിലുള്ളത് 5000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം കുട്ടിയായ സമയത്ത് അവിടെ കൊണ്ട് പാർപ്പിക്കുന്നു. വേറെ മനുഷ്യരില്ല, ഭക്ഷണം തീർന്നു, വെള്ളവും തീർന്നു. ഉമ്മ ഹാജർ അലൈഹിസ്സലാം വെള്ളത്തിനു വേണ്ടി ഭക്ഷണം തേടി സഹായത്തിന് ഏതെങ്കിലും മനുഷ്യനെ കാണുമോ എന്ന് അന്വേഷിച്ച് അന്ന് ഓടിയ 7 തവണയുള്ള ഓട്ടമില്ലേ, ആ ഓട്ടത്തെ അനുസ്മരിക്കുകയാണ്. ഇത് പരിപാടി ഏതാ? അള്ളാഹ്ക്കുള്ള ഹജ്ജാണ്, നമ്മൾ മറക്കരുത്. അള്ളാഹ് പറയുന്നു, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സ്വഫയും മർവയും അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളാണ്.
ഫമൻ ഹജ്ജൽ ബൈത അവ തമർ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആരെങ്കിലും ഹജ്ജിനും ഉംറക്കും വന്നാൽ അവര് ഇവിടെ സഅയ് ചെയ്തോളണം. അപ്പൊ ആരെ നമ്മൾ ആദരിക്കുന്നത്, അനുസ്മരിക്കുന്നത്? ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജറ ബീവിയെ ഓർക്കുക, മഹാന്മാരെ സ്മരിക്കുക. ഈ ഇബാദത്ത് ആർക്കാ? അല്ലാഹ്ക്ക്. അല്ലാഹ്ക്കുള്ള ആരാധന മഹാത്മാക്കളെ ആദരിക്കുന്നതിലൂടെയാണ് നിർവഹിക്കുന്നത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മം അൽ ഹജ്ജു അറഫ, അറഫയിലെ സംഗമമാണ്. അറഫയിൽ എന്താ കാണാനുള്ളത്? നമ്മളെ ഈ കോഴിക്കോട് പട്ടണത്തിലുള്ള കാഴ്ച പോലും അറഫ മൈതാനിയിലില്ല. തണലിനുള്ള മരങ്ങൾ പോലും ഇല്ലാത്ത വിജനമായ ആ പ്രദേശത്ത് എന്തിനാണ് 50-60 ലക്ഷം ആളുകൾ ഒരു ദിവസം ഒരേ സമയത്ത് സംഗമിക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായ ശ്രീലങ്കയിലെ ആദം മലയിലാണ്. ഹവ്വാ ഉമ്മ എന്ന വല്യുമ്മ എത്തിപ്പെട്ടത് ഇന്നത്തെ സൗദിയുടെ തുറമുഖ നഗരമായ ജദ്ദയിലാണ്. ജദ്ദ എന്ന് പറഞ്ഞാൽ തന്നെ വല്യുമ്മ എന്നാണ് അർത്ഥം. അവിടെയാണ് ഉമ്മാമയുടെ ഖബറും ഉള്ളത്. രണ്ടുപേരും ആദ്യത്തെ 2 മനുഷ്യരായി ഭൂമിയിൽ 2 തുരുത്തിലെത്തിപ്പെട്ടു. അവര് നടന്നു, അവസാനം പരസ്പരം കണ്ടുമുട്ടുന്നത് അറഫ മൈതാനിയിലാണ്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഭൂമിയിലെ ആദ്യത്തെ സമാഗമത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരെ സന്താന പരമ്പരകൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആ പുണ്യഭൂമിയിലേക്ക് ഒഴുകി അവിടെ സംഗമിക്കുമ്പോൾ മഹാത്മാക്കളെ സ്മരണയും ആണ്ടും അവരെ ഓർക്കലും ഇസ്ലാം അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിച്ച ആശയമാണ്. ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു ഒരു ചോദ്യവും മറുപടിയും പറയുന്നു. വദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതെന്താ? അള്ളാഹു നിങ്ങളെ വിളിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ. ചെയ്യിപ്പിച്ച പരിപാടികളൊക്കെ മഹാത്മാക്കളെ അനുസ്മരിക്കലും. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? അള്ളാഹ് തന്നെ പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവന്റെ ഹൃദയത്തിൽ ഈമാനും തഖ്വയും ഉണ്ടെന്നതിന്റെ രേഖയാകുന്നു. അപ്പൊ നമ്മളെ ഈമാൻ കുറ്റമറ്റതാണോ, ക്ലിയർ ഉള്ളതാണോ എന്നു മാറ്റുരച്ചു നോക്കാനുള്ള അടയാളം അള്ളാഹു ആദരിച്ചവരെ ആദരിക്കലാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ഇല്ലാതെ പോയത് ഈ സ്വഭാവമാണ്. ഇബ്ലീസ് പറയുന്നത് ഈ മാർഗത്തിലേക്ക് ഞാൻ ജനങ്ങളെ കൊണ്ടുപോകുമെന്നാണ്. ഇവിടെ ഓരോ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കുക, നമ്മളെ മുമ്പിലിതാ ഒരുപാട് കക്ഷികൾ രംഗത്ത് വന്ന് ഇബ്ലീസ് അവരെ നാവിലൂടെ സംസാരിക്കുന്നു. ഇതാ ഞങ്ങളുടേതാണ് ഖുർആനിന്റെ വഴി, ഞങ്ങളുടേതാണ് സ്വർഗത്തിന്റെ വഴി. പല കക്ഷികളും വന്ന് നമ്മളെ മുമ്പിൽ ഇബ്ലീസ് പല കക്ഷികളിലൂടെയുമായി നമ്മളെ മുമ്പിൽ പുതിയ വഴികൾ അവതരിപ്പിക്കുമ്പോൾ നാം ഉറക്കെ ചിന്തിക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഏത് കക്ഷിയുണ്ടോ സർവ കക്ഷികളുടെയും ആശയത്തിന്റെ ആകത്തുക അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കലാണ് കേട്ടോ. വഹാബികളെ നിങ്ങൾ എടുത്തു നോക്കൂ, മൗദൂദികളെ എടുത്തു നോക്കൂ, തബ്ലീഗുകാരനെ എടുത്തു നോക്കൂ. മുഴുവൻ വിഭാഗങ്ങളുടെയും ആശയത്തിന്റെ ആണിക്കൽ എവിടെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്? അള്ളാഹു ബഹുമാനിച്ച മഹത്തുക്കളെ നിന്ദിക്കുന്ന ആ അടിത്തറയിലാണ് അവരെ മുഴുവൻ ആദർശങ്ങളെയും കെട്ടിപ്പടുത്തത്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൊച്ചാക്ക, അവർക്ക് യാതൊരു പ്രത്യേകതയില്ല. അമ്പിയാക്കന്മാരൊക്കെ സാധാരണ മനുഷ്യരാണ്. അവർക്ക് ആത്മീയമായി നമ്മെ സഹായിക്കാൻ കഴിയില്ല, അവർക്ക് ഒരു ശേഷിയുമില്ല. ഇങ്ങനെ തുടങ്ങിയതെത്തുന്നു മുതൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ബഹുമാനിച്ച വസ്തുവാണ്. അത് തൊടാൻ വുളൂ വേണ്ടെന്ന് വാദിക്കുന്നവരാണ് ബിദ്അത്തുകാരെ. മാത്രമല്ല ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശുദ്ധി വേണ്ട എന്ന് പറയുന്നവരാണ്. അഥവാ ഹൈദും നിഫാസുമുള്ളവർക്കും ജനാബത്തുള്ളവർക്കും ഖുർആൻ ഓതാമെന്ന് വാദിക്കുന്നവരാണ് വഹാബി മൗദൂദികൾ.
ഈ പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ചാൽ അതിന് ഫലമില്ലെന്ന വാദം അവർക്കില്ലേ? എന്താണ് അതിന്റെ അടിത്തറ? അള്ളാഹു ആദരിച്ച ഖുർആന്റെ ബഹുമാനത്തെ ഇടിച്ചു താഴ്ത്തലാണ്. പരിശുദ്ധ ഖുർആൻ അത് എഴുതി നമ്മുടെ ശരീരത്തിൽ ബന്ധിച്ചാൽ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഫലമുണ്ടെന്ന വിശ്വാസം ഖുർആനിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണെങ്കിൽ അങ്ങനെ ഒരു ഫലവുമില്ല എന്ന് പറയുന്നത് ഖുർആനെ അവഹേളിക്കലാണ്. ഈ രീതിയിൽ നിങ്ങൾ നോക്കൂ, അവരുടെ ഏതൊക്കെ ആശയങ്ങളുണ്ടോ പണ്ട് മഹാന്മാരെ അനുസ്മരിക്കുന്ന ആണ്ട് പാടില്ല, ബദരീങ്ങളെ ഓർക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമല്ലേ ആണ്ട്? നമ്മളിപ്പം പറഞ്ഞില്ലേ, അത് സ്മരണ പാടില്ലെന്ന് പറയുന്നത് മഹത്തുക്കളെ ഇടിച്ചു താഴ്ത്തുക എന്ന ഇബ്ലീസിന്റെ സിദ്ധാന്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നടത്തിക്കൂടാ എന്ന് പറയുന്നത് നബി തങ്ങളെ തരം താഴ്ത്തലാണ്. നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കരുതെന്ന് പറയുന്നത് അള്ളാഹു ആദരിച്ചവരെ നിന്ദിക്കുന്നതിന്റെ ഭാഗമാണ്. ഇങ്ങനെ ബിദ്അത്തുകാർ അവതരിപ്പിക്കുന്ന ഏത് ആശയങ്ങളുണ്ടോ, സാധാരണക്കാരെ നിങ്ങൾ ചിന്തിക്കുക, അതിന്റെ ഒക്കെ മൂലക്കല്ല് അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുക എന്ന അവരെ സിദ്ധാന്തമാണ്. ആ മാർഗത്തിലേക്കാണ് പിശാച് ആളുകളെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, പിശാചിന്റെ ദുർമാർഗത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഇതുപോലെ പിശാച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വഴിയതാ, അള്ളാന്റെ ആളായിട്ട് അഭിനയിച്ചത്. പിശാചുക്കൾ അള്ളാഹുവിന്റെ ആളുകളായിട്ട് വരും. ആ വരവ് എങ്ങനെയായിരിക്കും? ചിലപ്പം ഒരു ത്വരീഖത്തിന്റെ ശൈഖിന്റെ രൂപത്തിൽ അവര്. സുബ്ഹാന ജല്ല ജലാലുഹു, എത്ര വലിയ വഞ്ചിക്കൽ ഇവര് ആരൊക്കെ പറ്റിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ? സയ്യിദുനാ അശ്ശൈഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾ ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാരെ പോലും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും കാണിച്ചു പറ്റിക്കാൻ പിശാചുക്കൾ വന്നിട്ടുണ്ട്. ഒരിക്കലതാ ബഹുമാനപ്പെട്ടവര് 25 കൊല്ലക്കാലത്തോളം അള്ളാഹുവിന്റെ അജായിബുകളെ കുറിച്ച് ചിന്തിച്ച് യാത്ര പോയിട്ടുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടാരേ ഇരുന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടി, ലോകത്തെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി, അതിലൂടെ പടച്ചവനെ ദർശിക്കാൻ ചുറ്റി നടക്കുന്ന കാലഘട്ടത്തിലതാ ഒരു വിജനമായ പ്രദേശത്തൂടെ നടന്നു പോകുമ്പോൾ മേൽഭാഗത്ത് നിന്ന് നല്ല ഒരു കുട, പ്രകാശപൂരിതമായ ഒരു കുട താഴേക്കിറങ്ങി വരുന്നു. താഴെ എത്തിയ ഉടനെ തന്നെ വിളിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറേ, ഇന്നി അന മലക്കുൻ അർസലനി അല്ലാഹ്, ഞാനൊരു മലക്കാണ് അബ്ദുൽ ഖാദിറേ, എന്നെ അള്ളാഹു ആണ് അയച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനാണ്. എന്താണ് സന്തോഷവാർത്ത? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടതില്ല, നിങ്ങളെ തൊട്ട് അള്ളാഹ് പൊരുത്തപ്പെട്ടിരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിവരമുള്ള ത്വരീഖത്തുകാരനാണ്. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ ആ കാര്യം അതേതാണ്? മരണം. മരണം വരുന്നത് വരെ നീ അള്ളാനെ ആരാധിക്കണമെന്നാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതെങ്കിൽ, അതിന് വിരുദ്ധമായി ഇനി ഇബാദത്ത് ചെയ്യേണ്ടതില്ല, നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട എന്നൊരു മലക്കീത വന്നു പറയുന്നു എന്ന് കേട്ടപ്പോ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ച പണ്ഡിതനാണ്. ഖുർആനിലുള്ളത് മലക്കുകളെ സംബന്ധിച്ചെന്താണ്? അവര് അല്ലാഹു പറഞ്ഞതിനെതിര് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ഇനി വേണ്ട എന്ന് മലക്ക് പറയില്ല. അത് കള്ളനാണ് ഈ പറഞ്ഞത്. അത് പിശാചാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടതാ പിശാചിന്റെ നെറുന്തലയിലിട്ടൊരടി വെച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസ് ചാച്ചിക്കിടത്തിച്ചു വിട്ടോവർ. കള്ളത്വരീഖത്തിലേക്ക് മെമ്പർമാര് കൂടിയാൽ
പിശാചുക്കൾ അവരുടെ പിന്നാലെ ചെന്ന് തലങ്ങും വിലങ്ങും അവർക്ക് ദുർമന്ത്രങ്ങൾ കൊടുത്ത് അതിൽ തന്നെ പിടിച്ചു നിർത്താൻ ആവശ്യമായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അത് അത്ഭുതകരമായ സ്വപ്നത്തിലൂടെയാവും, ചിലപ്പോൾ പ്രത്യക്ഷമായ കാഴ്ചയിലൂടെയാകും, ചിലപ്പോൾ താൻ വിശ്വസിക്കുന്ന ശൈഖിന്റെ രൂപത്തിലായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന പല കള്ളത്തൊരീക്കത്തുകാരെയും മുമ്പിൽ പിശാച് അവരെ ശൈഖിന്റെ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പിശാചിന്റെ ഈ രീതിയിലുള്ള രംഗപ്രവേശനത്തെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്ന സംഭവങ്ങൾ കാണാം. വമിൻ അബ്വാബിഹി ഹംലുൽ അവാമില്ലദീൻ. ഇബ്ലീസിന്റെ കെണിവലകളിൽ പെട്ടതാണ് ഹംലുൽ അവാം. സാധാരണക്കാരെ അവൻ പ്രേരിപ്പിക്കും. അല്ലദീന, ആരാണ് ഇവിടെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ ഉൾപ്പെടെയുള്ളവരാണ്. ഇവിടുത്തെ സാധാരണക്കാരെ മറ്റു ജോലിക്ക് പോകുന്ന ആളുകൾ എന്നല്ല. അല്ലദീന ലം യുമാരിസുൽ ഇൽമ വലം യതബഹറൂ ഫീഹി. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിജ്ഞാന ശാഖകളിലെല്ലാം വ്യുൽപ്പത്തി നേടുകയോ അതോടൊപ്പം തന്നെ കടൽ സമാനമായ അറിവ് സ്വായത്തമാക്കുകയോ ചെയ്യാത്ത സാധാരണക്കാർ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരാണ്. കടൽ സമാനമായ അറിവ്, ഈ രീതിയിലുള്ള വിവരമില്ലാത്തവർ അവരെ ഇബ്ലീസ് പ്രേരിപ്പിക്കും. എന്തിനു വേണ്ടി? അല തഫക്കുരി ഫീ ദാത്തില്ലാഹി വസിഫാത്തിഹി. അല്ലാഹുവിന്റെ സത്തയെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കാൻ വിവരമില്ലാത്ത സാധാരണക്കാരെ മഅരിഫത്ത്, ഹഖീഖത്ത്, ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവരതാ ഇങ്ങനെ കൊണ്ടു നടക്കും. അത് ഇബ്ലീസിന്റെ കണിവലയാണ്. വഫീ ഉമൂരില്ലാ യബ്ലൂഹാ ഹദ്ദു ഖൂലിഹിം. അവരെ ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത വിഷയങ്ങളിൽ ചിന്തിക്കാൻ ഈ കള്ളത്വരീഖത്തുകളിലൂടെ ഇബ്ലീസ് അവരെ പ്രേരിപ്പിക്കും. അങ്ങനെ ഹത്താ യുശക്കിക്കുഹും ഫീ അസ്ലി ദീനിഹിം. അവരെ മതത്തിന്റെ അടിത്തറയിൽ തന്നെ അവസാനം ഇവർ സംശയാലുക്കളാകും. ഔ യുഖയ്യലു ഇലൈഹിം ബില്ലാഹി തആല ഖയാലാത്തുൻ യതആല അല്ലാഹു തആല അൻഹാ. അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെയോ ചിന്തകൾ ഇവരെ മനസ്സിലുണ്ടാക്കും. എന്നിട്ട് യസീറു ബിഹാ കാഫിറൻ ഔ മുബ്തദിആ. ഈ കള്ളത്തൊരീഖത്തിലൂടെ ഈ മനുഷ്യൻ ചിലപ്പം കാഫറായി പോകും, അല്ലെങ്കിൽ പുത്തനാശയക്കാരനായി പോകും. എന്നാൽ വഹുവ ബിഹി ഫറഹും മസ്റൂർ. ഈ ത്വരീഖത്ത് കൂടിയാളോ ഓം വലിയ സന്തോഷത്തിലാണ്. മുബ്തഹിജും ബിമാ വഖഅ ഫീ സ്വദ്രിഹി. അവന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനല്ലേ ഈ അവസ്ഥയിൽ വല്ലാത്ത അഭിമാനത്തിലും സന്തോഷത്തിലുമാണവൻ. യളുന്നു ദാലിക ഹുവൽ മഅരിഫത്തു വൽ ബസീറ. എന്നിട്ട് അവൻ തെറ്റിദ്ധരിക്കും, ഞാപ്പം വലിയ മഅരിഫത്ത് കിട്ടിയിട്ടുണ്ട്, ഈ ത്വരീഖത്ത് കൂടിയാൽ വല്ലാത്ത സന്തോഷം വന്നിട്ടുണ്ട്, അള്ളാഹിനെ പറ്റി വലിയ വിവരം ഉണ്ടായിട്ടുണ്ട് എന്നിവൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കും. എന്നിട്ട് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഓ സാധാരണക്കാരെ, കള്ളത്വരീഖത്തുകാര് പല രീതിയിലും നിങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ നിങ്ങൾ പെട്ടുപോകരുത്. പിശാചാണ് അവരെ കൂടെയുള്ളത്. സാധാരണക്കാർ ഇവിടെ എന്തു ചെയ്യണം? വഇന്നമാ ഹഖ്ഖുൽ അവാം. സാധാരണക്കാരുടെ ബാധ്യത അയ്യുമിനു, അവർ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുക, വയുസ്ലിമു, അങ്ങനെ അവർ മുസ്ലിമാകുക, വയസ്തഖിലു ബിഇബാദത്തിഹിം, അവരെ ആരാധനപരമായ കാര്യങ്ങളുമായി അവർ ജോലിയാകുക, വമആയിശിഹിം, അവരെ ജീവിതോപാധികളുമായി അവർ ബന്ധപ്പെടുക. ഇതാണ് സാധാരണക്കാർ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇബാദത്ത് ചെയ്യുക, ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒക്കെ മുറുകെ പിടിക്കുക. വയത്തുറുക്കുൽ ഇൽമലിൽ ഉലമാ, നിങ്ങൾ ഈ ത്വരീഖത്തിന്റെ വിവരം, അറിവ്, അത് അതിനെക്കുറിച്ച് അറിവുള്ള ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർക്ക് വിടുക. ഒരിക്കലും നിങ്ങൾ ആ ഇൽമിന്റെ പിന്നാലെ പോയി ത്വരീഖത്ത് പഠിച്ച ആളാണെന്ന് പറയരുത്. ഫൽആമിയു, എന്നിട്ട് ശൈഖ് അവറുകൾ പറയുന്നു, ഇമാം ഗസാലി പറയുന്നു, അപ്പോൾ ഒരു സാധാരണക്കാരൻ ലൗ യസ്നി വയസ്റഖു കാന ഖൈറൻ ലഹു മിൻ അൻ യതകല്ലമ ഫിൽ ഇൽം. ഒരു സാധാരണക്കാരൻ കാക്കാൻ പോവാ അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ പോവാണെങ്കിൽ അതാണ് ത്വരീഖത്തിന്റെ വിവരത്തിൽ വല്ലതും സംസാരിക്കുന്നതിനേക്കാൾ അവന് നല്ലത്. ഇമാമറുകൾ പറയുന്നു. എന്നിട്ട് മഹാൻ പറയുകയാണ്, കാരണം എന്താണ്? ഫഇന്നഹു മൻ തകല്ലമ ഫില്ലാഹി വഫീ ദീനിഹി,
കാരണം ആരെങ്കിലും അല്ലാഹുവിന്റെ വിഷയത്തിലും അവന്റെ ദീനിന്റെ കാര്യത്തിലും സംസാരിച്ചാൽ മിൻ ഗൈരി തുഖാനിൽ ഇൽമി, ദൃഢമായ അറിവില്ലാതെ ഊഹാപോഹം വെച്ച് ഏതോ ശൈഖ് പറഞ്ഞ വ്യാഖ്യാനങ്ങളും പിടിച്ച് ദീനിന്റെയും പടച്ചോന്റെയും കാര്യത്തിൽ ആരെങ്കിലും വർത്താനം പറയാൻ ഇറങ്ങിയാൽ വഖഅഫിൽ കുഫ്രി, അവൻ കുഫറിൽ ചെന്ന് വീണുപോകും. വ്യഭിചരിച്ച കാഫറായി കൊള്ളണമെന്നില്ല, കട്ടാൽ കാഫറായി കൊള്ളണമെന്നില്ല. അത് വലിയ തെറ്റാണ്. എന്നാൽ അതിനേക്കാളും വലിയ തെറ്റ് സാധാരണക്കാരൻ ത്വരീഖത്തിന്റെ വിവരമുണ്ടെന്ന് പറഞ്ഞ് അതിൽ സംസാരിക്കാൻ ഇറങ്ങലാണ്. എന്നിട്ട് അവസാനം മഹാൻ പറയുന്നു, നീന്താൻ അറിയാത്തവൻ ആഴമേറിയ കടലിലൂടെ നീന്താൻ ഇറങ്ങുന്നത് പോലെയാണ് സാധാരണക്കാരൻ ഈ ത്വരീഖത്തുകാരന്റെ പിന്നാലെ പോകുന്നത്. അത് പിശാച് മനുഷ്യരെ വഴിതെറ്റിപ്പിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ്. സൂക്ഷിക്കുക. വിദ്അത്തുകാരിലേക്ക് ആളെ കൂട്ടുക, കള്ളത്വരീഖത്തിലേക്ക് ആളെ കൂട്ടുക. ഇതൊക്കെ ശൈത്താൻ പല രീതിയിൽ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വർദ്ധിപ്പിക്കുക. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. അല്ലാഹു നമ്മളെ കാക്കും. അതിനുള്ള ദിക്റും മന്ത്രുമാണ്. ഇനി നോക്കൂ നിങ്ങൾ, പിശാച് പല രീതിയിലും ഇനി നമ്മളെ കെണിവലകളിൽ ഉൾപ്പെടുത്തും. ഇനി പിശാച് മനുഷ്യരെ തെറ്റിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം അത് സ്ത്രീകളാണ്. സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് വല്ലാതെ കളിക്കും. അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും സൂചിപ്പിച്ചതാണ്, ഈ ഉമ്മത്തിന്റെ പരീക്ഷണം ബലാ മുഴുവനും അത് സ്ത്രീകളിലായിരിക്കും. അവരെ വെച്ചുകൊണ്ട് പിശാച് വല്ലാതെ കളിക്കും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു പുരുഷനും ഒരു പെണ്ണിന്റെ കൂടെ ഒറ്റക്കൊരു സ്ഥലത്ത് നിന്നു പോകരുത്. ഒറ്റക്കൊരന്യ പെണ്ണിനെയുമായി യാത്ര പോകരുത്. ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരു റൂമിൽ താമസിക്കരുത്. അത് ജോലിയുടെ പേരിലാണെങ്കിലും അല്ലാത്ത പേരിലാണെങ്കിലും ഒരാണും പെണ്ണും അന്യര് ഒരുമിച്ച് കൂടി ഒറ്റക്ക് നിന്നുപോയാൽ ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ, അവരിൽ മൂന്നാമനായി പിശാച് പ്രത്യക്ഷപ്പെടും. അങ്ങനെ പിശാചി രണ്ടുപേരുടെയും മനസ്സിൽ കയറിക്കൂടി പ്രശ്നമുണ്ടാക്കും. അത് ദുരന്തത്തിലേക്ക് എത്തിക്കും. ഇതുപോലെ ധാരാളം ഹദീസ് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി പഠിപ്പിച്ചു, ലാ തലിജു അലൽ മുഗൈബാത്ത്, ഭർത്താക്കന്മാര് വിദേശത്ത് പോയ ഭാര്യമാര് നിങ്ങളുടെ നാട്ടിലുണ്ടാകും, അയൽപക്കളിലുണ്ടാകും. അവരെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത് ചെറുപ്പക്കാരെ. കാരണം പിശാച് നിങ്ങളെ ശരീരത്തിൽ രക്തമോടുന്ന സർവ്വ സിരകളിലൂടെയും സഞ്ചരിക്കും. നിങ്ങളെ തലച്ചോറ്റിലെത്തും, നിങ്ങളെ ഹൃദയത്തിലെത്തും. അവൻ നിങ്ങളെ വേണ്ടാവൃത്തിക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ അന്യ സ്ത്രീകളുള്ള വീട്ടിലേക്ക്, ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ കയറി പോകരുത്. ഈ രീതിയിൽ നബി തങ്ങൾ താക്കീത് ചെയ്തത് എന്തുകൊണ്ടാണ്? പിശാച് പെണ്ണുങ്ങളെ ഉപയോഗിച്ച് വലിയ വമ്പന്മാരൊക്കെ തകർത്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ എത്ര മന്ത്രിമാർ രാജിച്ചു കൊണ്ടിരുന്നിട്ട് ശൈത്താന്റെ പരിപാടിയാണ്. നോക്ക് നിങ്ങളൊരു സംഭവം. മഹാനായ നബി സല്ലല്ലാഹു